ഞാൻ നസ്രീൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിദിനവും അതേപോലെ തന്നെ ഓണവും ടീച്ചേഴ്സ് ഡേയും കൂടി മൂന്നും കൂടി ഒപ്പം വന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓണമായതുകൊണ്ട് നമുക്ക് അടുത്തുള്ള വീട്ടിൽ ഒരു ഓണാഘോഷം ഉണ്ടായിരുന്നു. അവിടെ പോയി ഓണം സദ്യയൊക്കെ കഴിച്ചു, പായസം കുടിച്ചു, സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് മടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നബിദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർമ്മകൾ മദ്രസ കാലഘട്ടങ്ങളിൽ നമ്മുടെ റാലിയിൽ പങ്കെടുത്തത്, അതേപോലെ തന്നെ നമ്മുടെ നബിദിന പാട്ടുകൾ ഒരുപാട്. നമുക്ക് നബിദിനം ആഘോഷിക്കാൻ പാടില്ല എന്നും ആഘോഷിക്കാൻ പാടുണ്ട് എന്ന് 2 വിഭാഗത്തിൽ അഭിപ്രായങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് നബിയെക്കുറിച്ച് ഓർക്കാനും മതങ്ങൾ പാടാൻ നബിയെക്കുറിച്ച് നമ്മൾ എന്നും ഓർക്കണം, അത് വേറെ. പക്ഷെ എന്നാലും ആ ഒരു ചെറിയ ചെറിയ പഴയ കുട്ടിക്കാലത്തിലുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്നു വന്നു. അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ വിളിച്ചിട്ട് ഈ ഓണത്തിന് തിരക്കിലും ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ട് ടീച്ചറെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ടീച്ചറെ കാണാൻ വേണ്ടി ഒരുപാട് കൊതിയുണ്ട്, പിന്നെ ഓണ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുട്ടികൾ വിളിച്ചിട്ടോ. അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് ഞാൻ അഭിമാനിക്കുന്ന ഒരു ദിവസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും നമ്മുടെ കുട്ടികളാണ് അല്ലേ. അപ്പോൾ ആ കുട്ടികളെ അവർ നമുക്ക് തരുന്ന സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിഷ്കളങ്കമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹമൊക്കെ എന്നും ഉണ്ടാവാനും അതേപോലെ തന്നെ അവരുടെയൊക്കെ ഒരു സ്നേഹത്തിന് നമുക്ക് അനുഭവിക്കാനൊക്കെ ഉള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊരിക്കലും എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു 3 സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു, നല്ലത് മാത്രം വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലെ ഓണാഘോഷ പരിപാടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇവിടെ ക്ലബിൻ്റെ കീഴിൽ ഒരുപാട് ഓണപ്പരിപാടികൾ ഉണ്ടാവാറുണ്ട്. വടംവലി, അതുപോലെ തന്നെ കലം പൊട്ടിക്കുന്നത്, കസേരകളി, ഇങ്ങനെയുള്ള നല്ല നല്ല അടിപൊളി പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അതേപോലെ നല്ല സദ്യയും പായസവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അത് എല്ലാവരും ഒരു ഒത്തൊരുമയോടുകൂടി ഞങ്ങളുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ഓണാഘോഷമാണ് കേട്ടോ. മാവേലി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഭേദമന്യേ എല്ലാവരും സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി നടത്തുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പറയുക ഹിന്ദുസിന് മാത്രം അല്ലെങ്കിൽ അവർ മാത്രം നടത്തുന്ന ആചാരമല്ലേ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കൊക്കാടം കുന്നുമ്മ നടത്തുന്ന പരിപാടിയാണ്. പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം പങ്കെടുക്കാനും കാണാനും ഒന്നും പറ്റിയില്ല. ആ ഒരു സങ്കടം ഉണ്ടാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾക്കും വേണ്ടി കാണാൻ വേണ്ടിയിട്ട് ഷെയർ ആക്കിയിട്ടുണ്ട്. കാരണം കുട്ടികളും അതേപോലെ തന്നെ മുതിർന്നവരും ഒക്കെ ഒന്നായി തീരുന്ന ഒരു ആഘോഷം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ആഘോഷമായിരുന്നു. അപ്പോൾ നമ്മളെല്ലായിടത്തും ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു അലതല്ലലാണല്ലേ. കാരണം എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ പാട്ടുകളും ഓണപരിപാടികളും ഓണത്തിൻ്റെ ഗെയിംസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും നടത്തുന്നൊരു സമയമാണ്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ കുട്ടികളും വലിയവരും സ്ത്രീകളും എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ഈ ഒരു പരിപാടി നല്ല സക്സസ് ആക്കി. അടിപൊളിയായിരുന്നു, ഉഷാറായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മൾ കുട്ടികളെ പോലെ ആയി മാറുന്നൊരു ദിവസമാണല്ലേ ഈ ഓണാഘോഷം.